വൺ പീസ് ആനിമെ സ്കൈപ്പിയ സാഗ 19ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഏഞ്ചൽ ബീച്ചിൽ 3 കുട്ടികൾ പന്ത് തട്ടി കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ബീച്ചിലുണ്ടായിരുന്ന പഗോഡ ശ്രദ്ധിച്ചത്. അവർക്കത് കണ്ടപ്പോൾ അവിടെ ഇരുന്ന് ഹാർപ്പ് വായിക്കാറുണ്ടായിരുന്ന സുന്ദരി ചേച്ചിയെ ഓർമ്മ വന്നു. അതിലെ ഒരു കുട്ടി അവർ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീയും അവരുടെ പിതാവ് മോശം ആൾക്കാരാണെന്നും മറ്റേ കുട്ടി പറഞ്ഞു. അവർ ബ്ലൂസിയിൽ നിന്നുള്ള കുറ്റവാളികളെ സഹായിച്ചത്രേ. ഓടാ, അതേടാ, ദൈവത്തെ എതിർത്ത മോശം ആൾക്കാരാ അവര്. എന്റെ അച്ഛൻ പറഞ്ഞല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞല്ലേ? പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ? ആ, എന്റെ അച്ഛൻ ഡിവൈൻ സ്ക്വാഡിലെ അംഗമാണ്. അദ്ദേഹം ദൈവത്തിനെ സേവിക്കുന്നു. അച്ഛൻ തിരിച്ചു വരുമെന്ന് എന്റെ അമ്മ എപ്പോഴും പറയും. പക്ഷെ എനിക്ക് അച്ഛന്റെ മുഖം കണ്ട ഓർമ്മ പോലുമില്ല എന്ന് അവൻ പറഞ്ഞു. ആണോ? ദൈവത്തിനു വേണ്ടി പണിയെടുക്കുക? നിന്റെ അച്ഛൻ അടിപൊളിയാണല്ലോ എന്ന് രണ്ടാമത്തെ കുട്ടി. അത് കേട്ടവന് സന്തോഷമായി. ഈ സമയം പഗായയുടെ വേവറിൽ കയറി വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് എല്ലാവരോടും മുന്നറിയിപ്പ് കൊടുക്കാൻ ഓനിസ ഏഞ്ചൽ ദ്വീപിലേക്ക് കുതിച്ചു. ഷാന്തോറയിൽ എന്നെ അട്ടഹസിച്ചു. എന്നോട് ചാകാനാണോ നിങ്ങൾ പറയുന്നത്? അവൻ അവരെ എല്ലാം നോക്കി പിന്നെയും കളിയാക്കി ചിരിച്ചു. നാമിയാണെങ്കിൽ എനലിനെ കണ്ട് പേടിച്ചൊളിച്ചിരുന്നു. ഈ ഗെയിമിൽ ബാക്കി വരുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ. എന്നിരുന്നാലും നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും ദൈവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സ്കൈപ്പിയയിൽ സന്തോഷം വിരിയിക്കാൻ നടക്കുന്ന മണ്ടൻ കിളവൻ, തന്റെ ജന്മഭൂമിക്ക് വേണ്ടി കൊതിക്കുന്ന ഒറ്റബുദ്ധിക്കാരനായ പോരാളി, പിന്നെ സ്വർണം തേടി ബ്ലൂസിയിൽ നിന്ന് വന്ന കൊള്ളക്കാർ. ഈ ലോകത്ത് ധാരാളം കഷ്ടതകളുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞാടികൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ രാജ്യത്തിന് ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. അപ്പോൾ നിനക്കിങ്ങനെ വിഡ്ഢിത്തം പുലമാൻ നേരമുണ്ടെങ്കിൽ എന്റെ ഡിവൈൻ സ്ക്വാഡ് എവിടെയാണെന്ന് പറയേ. ശരിക്കും എന്താണ് നിന്റെ ലക്ഷ്യം? ഗാൻഫാൾ അരിശപ്പെട്ടു. എനിക്ക് തിരിച്ചു പോയാൽ മതി ഗാൻഫാള്. തിരിച്ചു പോകാനും? അതെ, ഞാൻ തിരികെ ചെല്ലേണ്ട ഒരു സ്ഥലമുണ്ട്. ഞാൻ ജനിച്ച സ്കൈ ഐലൻഡിൽ ദൈവം വസിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്ന സ്ഥലം ഫെയറി വേർത്ത് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെ നോക്കത്താ ദൂരത്തോളം എണ്ണിയാൽ തീരാത്ത വിധം വേർത്തുണ്ട്. അത് തന്നെയാണ് ഞാൻ അർഹിക്കുന്ന ഫെയറി വേർത്ത്. അപ്പറിയാടി എന്ന വേർത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്നു. കഷ്ടം തന്നെ. കേട്ടോ, നിങ്ങളുടെ സംഘർഷത്തിനുള്ള അടിസ്ഥാന കാരണം അന്തർലീനമാണ്. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അതൊരു മേഘമല്ല, എന്നാൽ ആകാശത്ത് ജനിച്ചതാണ്. അതൊരു പക്ഷിയല്ല, എന്നാൽ ആകാശത്താണ് ജീവിതം. ആകാശത്തുള്ള ഈ രാജ്യം എല്ലാ പ്രകൃതി നിയമങ്ങളെയും ലംഘിച്ചാണ് നിലനിൽക്കുന്നത്. മണ്ണ്, മനുഷ്യൻ, ദൈവം, എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. നീ ശരിക്കും അതിശയിക്കേണ്ട കാര്യമൊന്നുമല്ല ഇത്. ഒരു ദൈവം എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ. അതെ, എല്ലാ മനുഷ്യനെയും ഞാൻ ആകാശത്ത് നിന്നും താഴെ ഇറക്കും. അവർക്കെല്ലാം അതൊരു ഞെട്ടലായിരുന്നു. ഈ നാട് നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? അതാണ് പ്രകൃതി നിയമം. അഹങ്കരിക്കാതെ എനറു. ഈ രാജ്യത്തിന്റെ നേതാവിന് കൊടുക്കുന്ന ഒരു പദവി മാത്രമാണ് ദൈവം. ആ, അത് ഞാൻ ദൈവമാകുന്നതിന് മുൻപ് വരെ. യഥാർത്ഥ ദൈവം മനുഷ്യലോകത്തല്ല വസിക്കുന്നത്. മുൻപത്തെ ദൈവം ഗാൻഫാള് താൻ ഡിവൈൻ സ്ക്വാഡിനെ കുറിച്ചോർത്ത് പേടിച്ചിരിപ്പല്ലായിരുന്നു. 6 വർഷം മുൻപ് താൻ എനിക്കെതിരെ പരാജയപ്പെട്ടു. ശേഷം ഞാൻ തന്റെ 650 ഭടന്മാരെയും ഏറ്റെടുത്തു. ജസ്റ്റ് ഇന്ന് രാവിലെ തന്നെ ഞാൻ അവരെ ഏൽപ്പിച്ച പണി അവർ പൂർത്തിയാക്കി. ഞാൻ പറഞ്ഞ പോലെ ഈ ദ്വീപിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് നമ്മൾ 6 പേർ മാത്രമാണ്. കഷ്ടം തന്നെ. എനിക്ക് അവരെ ഉപദ്രവിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. എന്റെ ലക്ഷ്യം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ആ മണ്ടന്മാർ എന്നെ ആക്രമിക്കാൻ വന്നു. അവർക്കെല്ലാം ഏഞ്ചൽ ദ്വീപിൽ കുടുംബങ്ങളുണ്ട്. ആ, എനിക്കറിയാം. അവരെയും എനിക്ക് അടക്കം ചെയ്യണം. അരിശം കയറിയ ഗാൻഫാള് എനലിനെ ആക്രമിക്കാൻ കുതിച്ചു. എന്നാൽ എനറോ തന്റെ വടി മുകളിലേക്ക് എറിഞ്ഞു. ഗാൻഫാളിന്റെ ആക്രമണം എനലിന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. എനലൊന്ന് മാറി നിന്നിട്ട് 5 മില്യൺ, 10 മില്യൺ, 20 മില്യൺ. നമ്മളല്ലേ ഇവിടെ ശരിക്കും മോശം ആൾക്കാർ? ശാന്തിയന്മാർ അപ്പറിയാട് ആക്രമിക്കുന്നത് അവരുടെ മുൻഗാമികളുടെ ജന്മഭൂമിക്ക് വേണ്ടി മാത്രമല്ലേ? 6 വർഷം മുൻപ് ഗാൻഫാള് തന്റെ ഭൃത്തനോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചിന്തിക്കാതെ ദൈവമേ, സ്കൈപ്പിയന്മാരുടെ ഇപ്പോഴത്തെ സുന്ദരമായ ജീവിതം നോക്കൂ. നമ്മളുടെ മുൻഗാമികൾ 400 വർഷം മുൻപ് അപ്പറിയാട് പിടിച്ചടക്കിയത് കൊണ്ട് മാത്രമാണ് ഈ സുഖ സൗകര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത്. ആ യുദ്ധം തുടർന്ന് നമ്മൾക്ക് കിട്ടിയ വരത്തെ സംരക്ഷിക്കുന്നതല്ലേ നമ്മളുടെ കടമ. മാത്രമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അത് മനസ്സിലാക്കാത്ത അവർ അങ്ങയുടെ കരുണ അർഹിക്കുന്നില്ല. 400 വർഷങ്ങൾ നമ്മളോ അവരോ തോൽവി അംഗീകരിക്കേണ്ട സമയം പണ്ടേ കടന്നുപോയിരിക്കുന്നു. അങ്ങനെ ഗാൻഫാള് സംഘർഷത്തിൽ ഇരിക്കുമ്പോഴാണ് എനലും കൂട്ടാളികളും സ്കൈപ്പിയെ ആക്രമിക്കുന്നത്.
ഗാൻഫാളിന്റെ കൊട്ടാരം പിടിച്ചടക്കിയ എനല് ഗാൻഫാളിന്റെ ഭടന്മാരെ അടിമകളാക്കുകയും ഗാൻഫാളിനെ താഴേക്ക് എറിയുകയും ചെയ്തു. 20 മില്യൺ വോൾട്ട് വാരി. ഗാൻഫാളിനെ എനൽ ഇലക്ട്രിസിറ്റി കൊണ്ട് ആക്രമിച്ചു. എല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോയി. ഈ ലോകത്ത് ദൈവമുണ്ട്, ആ ദൈവമാണ് ഞാൻ. ഗാൻഫാൾ ബോധരഹിതനായി നിലം പതിച്ചു. ഡെവിൾ ഫ്രൂട്ടോ? റമ്പിൾ ഫ്രൂട്ട് ആയിരിക്കുമെന്ന് വൈപ്പർ. എനിക്ക് തെറ്റിയില്ലെങ്കിൽ പല ശക്തികൾ അജയ്യമായ ശക്തിയാണിത്. മിന്നലിന്റെ ശക്തി. മിന്നലോ? മനുഷ്യന്മാർ ഇവനെ എങ്ങനെ തോപ്പിക്കും? നാമി ഭയന്നുപോയി. പെർഫെക്റ്റ്. കൃത്യം ഞാൻ പ്രവചിച്ച സമയമായിട്ടുണ്ട്. ഇനി 5 പേരുണ്ട്. നിങ്ങൾ അതിജീവിച്ചതിൽ സന്തോഷം. ഞാൻ യാത്ര തിരിക്കുന്ന സ്വർഗീയമായ ലോകത്തിലേക്ക്, ഫെയറി വേർത്തിലേക്ക് നിങ്ങളെയും ഞാൻ കൊണ്ടുപോകാം. എന്തുവാ? അവിടെ ഞാൻ പുതിയൊരു ദൈവിക ഭൂമി പണിഞ്ഞെടുക്കും. ഞാൻ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ അവിടെ വസിക്കാൻ അവകാശമുള്ളൂ. ഈ പുള്ളി ഇതെന്തോന്നൊക്കെയാ പറയുന്നേ? ഇത്ര ചെറിയൊരു ഗെയിമിൽ അതിജീവിക്കാൻ പോലും പറ്റാത്ത എന്റെ പഴയ അനുയായികൾക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല. ഞങ്ങളത് നിരസിച്ചാലോ? റോബിൻ ചോദിച്ചു. നിരസിക്കാനോ? എന്തുകൊണ്ട്? ദൈവം തീരുമാനിച്ച കാര്യമാണിത്. നീ ഇവിടെ കഴിഞ്ഞാൽ നീയും താഴേക്ക് പതിക്കും. നിന്റെ ശക്തിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സത്യമായിരിക്കും. പക്ഷെ എടുത്തു ചാടി ഈ നാട് നശിപ്പിച്ചാൽ നിനക്ക് ആവശ്യമുള്ള സാധനവും താഴേക്ക് വീഴില്ലേ? റോബിൻ ചോദിച്ചു. സ്വർണമണിയെക്കുറിച്ചാണോ നീ ഉദ്ദേശിച്ചത്? അതെ. പേടിക്കേണ്ട, അതെവിടെയാണെന്നതിനെ കുറിച്ച് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. നിന്റെ മുൻപത്തെ പ്രവർത്തികൾ അനുസരിച്ച് അതുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. റോബിനും അപ്പോഴാണത് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. നീ ചിന്തിക്കുന്ന സ്ഥലം തന്നെയാണ് എന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. നീ എന്താ ആശ്ചര്യത്തോടെ നിൽക്കുന്നത്? എന്നെ പറ്റിച്ച് നിനക്കത് സ്വന്തമാക്കാമെന്ന് കരുതിയോ? വിഡ്ഢിത്തം. കുരുട്ട് ബുദ്ധിക്കാരെ എനിക്ക് ഇഷ്ടമല്ല. എനൽ റോബിനെ ആക്രമിച്ചു. എന്നാൽ ബോധരഹിതയായ റോബിൻ നിലത്ത് വീഴുന്നതിന് മുന്നേ സോറോ അവളെ പിടിച്ചു. ഇവളൊരു സ്ത്രീയാണ്. എനിക്കത് കാണാം. അരിശം കയറിയ സോറോ എനറുവിനെ ആക്രമിക്കാൻ കുതിച്ചു. എന്നിട്ട് അവൻ വാളുകൊണ്ട് വെട്ടി. എന്നാൽ എനൽ അത് തന്റെ ദണ്ട് കൊണ്ട് തടഞ്ഞു. കൊള്ളാം, നിനക്ക് കഴിവുണ്ട്. സോറോ രണ്ടാമത്തെ വാൾ വീശി. എന്നാൽ എനറു അത് കറങ്ങിച്ചാടി ഒഴിവാക്കി. അപ്പോൾ ഉടനെ തന്നെ എനറുവിന് നേർക്ക് വൈപ്പർ ബസൂക്ക പൊട്ടിച്ചു. എന്നാൽ അവിടമാകം പ്രകാശിതമായി. ഒന്നും പറ്റാതെ എനല് കറങ്ങിച്ചെന്ന് നിന്നു. നാശം! അവൻ ബസൂക്കയുടെ പവർ ഇല്ലാതാക്കി കളഞ്ഞു. നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? നിനക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന എനർജി എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. മിന്നല് പ്രതിഫലിച്ചു. അതിനർത്ഥം വായു ശബ്ദത്തിന്റെ വേഗതയിൽ വികസിച്ചെന്നല്ലേ? അതും അത്ര ശക്തിയോടെ. ആ എനർജിയുടെ ലെവല് ഞങ്ങളുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവൻ ശരിക്കും മിന്നലാണ്. നാമിക്ക് വിശ്വസിക്കാനായില്ല. യാരെ നമ്മൾ ഒരുമിച്ച് ഫെയറി വേർത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത്ര ക്രൂരമാകേണ്ട ആവശ്യമില്ല. ആരാ അതിന് നിന്റെ കൂടെ വരുന്നത്? സോറോ ആക്രമിക്കാൻ തയ്യാറായി. എന്നിട്ട് എനറുവിന് നേർക്ക് കുതിച്ചു. അവന്റെ കോപ്പില സ്വർഗീയ ലോകം. സോറോ പോകരുത്, അവൻ ഒടുക്കത്തെ ശക്തിയാണെന്ന് നാമി അലറി. ദൈവം എന്താണെന്ന് നിന്നെ പഠിപ്പിക്കണമെന്ന് തോന്നുന്നല്ലോ. ആരിശത്തിൽ കുതിച്ചു വന്ന സോറോ തന്റെ വാൾ പിണച്ചു വെച്ചിട്ട് എനറുവിനെ വെട്ടി. നീ എത്ര കഷ്ടപ്പെട്ടാലും അതുല്യമായ ശക്തിയുള്ള ദൈവത്തെ തോൽപ്പിക്കാനാവില്ല. അതുകൊണ്ട് നിരാശ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എനൽ ഉടനെ സോറയുടെ 2 വാളുകളിലും കയറി പിടിച്ചു. എല്ലാ പ്രതീക്ഷകളും നശിക്കുന്നത് മരണതുല്യമാണ്. എനല് വാളിൽ കൂടി കറന്റ് വിട്ടു. സോറോയ്ക്ക് അത് നല്ല പോലെ ഏറ്റു. മറ്റെന്തിനേക്കാളും മരണത്തെയാണ് മനുഷ്യന് ഭയം. നിലത്ത് മുട്ടുകുത്തിയിരുന്ന സോറോയുടെ മുഖത്ത് എനല് ശക്തമായി ചവിട്ടി. അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിന് മുന്നിൽ തലകുമ്പിട്ടിരുന്ന് ക്ഷമയാചിക്കുന്നത്. കാര്യമില്ല, താൻ ഭയക്കുന്നതിന് മുന്നിൽ പേടിച്ച് കുമ്പിടുക എന്നാണ് ജീവനുള്ളതിനെല്ലാം വിധിച്ച വിധി. ഇവൻ എങ്ങനെ ഇത്ര ശക്തനായതെന്ന് വീണ സോറോ ചിന്തിച്ചു. അപ്പോൾ ബസൂക്ക നിലത്തിട്ടിട്ട് എനറുവിന് നേർക്ക് മലക്കം മറിഞ്ഞു വന്ന വൈപ്പ എനലിനെ 2 കാലും കൊണ്ട് പിടുത്തമിട്ടിട്ട് തന്റെ വലത്തെ കൈ അവന്റെ നെഞ്ചത്ത് വെച്ചു. ഇതിന്റെ അർത്ഥം എന്താ? നീ ചാകാൻ വന്നതാണോ? എന്നാൽ എനറുവിന് എന്തോ അനുഭവപ്പെട്ടു. സീപ്രിസം സ്റ്റോൺ എന്ന വസ്തു എന്താണെന്ന് നിനക്ക് അറിയുമോ? എനറു, സീപ്രിസം സ്റ്റോണോ? അത് ഡബിൾ ഫ്രൂട്ട് പവർ കളയുന്ന കല്ലല്ലേ? സോറോ ഓർത്തു. അപ്പോൾ എനല് കാല് പൊക്കി. സോറോ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. ഓ, എന്റെ ശക്തി കുറഞ്ഞതുപോലെ. ഞാൻ എന്റെ ഷൂട്ടറിൽ കുറച്ച് ചേർത്തിരുന്നു. അതാ നിന്നെ ശക്തി ക്ഷയിക്കുന്നത്. ചാകടാ എനറു. അരുത്, ഇത് റിജക്റ്റ് ആണെന്ന് നിനക്ക് അറിയുമല്ലോ അല്ലേ? നിന്റെ ശരീരത്തിനും അതിനനുസരിച്ച് വില കൊടുക്കേണ്ടി വരും. നിനക്ക് എന്തിലാണ് ആഗ്രഹമുള്ളത്? നിനക്ക്
നിനക്ക് വേർത്തല്ലേ വേണ്ടത് അല്ലേ? മിണ്ടിപ്പോവരുത്. നിന്നെ കൊല്ലാനാവുമെങ്കിൽ എനിക്ക് ചാവാൻ സന്തോഷമേ ഉള്ളൂ. അരുത്. അവനെ തോൽപ്പിച്ചു. എനല് വീണു. വൈപ്പ അവന്റെ മുന്നിൽ തല ഉയർത്തി നിന്നു. സത്യം ഹൃദയത്തിൽ മുറുകെ പിടിക്കുക, നിശബ്ദരാകുക. നമ്മളാണ് ചരിത്രം രചിക്കുന്നത്. ഈ വാക്കുകളാണ് 800 വർഷം മുൻപ് ഒരു പോണഗ്ലിഫിൽ എഴുതിയിരുന്നത്. പോണഗ്ലിഫോ? ആ കല്ലിന് പിറകെ വന്നവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഷാന്തോറയിലെ സ്വർണ്ണ നഗരത്തിലെ പോരാളികൾ വീറോടെ നേരിട്ടു. എന്നിട്ട് നമ്മൾ ജയിച്ചോ? ജയിച്ചു. എന്നിരുന്നാലും ഉഗ്രമായ ആ പോരാട്ടത്തിൽ നമ്മൾക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നു. എന്നാലും ആ യുദ്ധത്തിൽ അതിജീവിച്ച വളരെ കുറച്ചു പേർ മഹത്തായ പോണഗ്ലിഫിന്റെയും നഗരത്തിന്റെയും നിശബ്ദ സംരക്ഷകരായി മാറി. അപ്പോൾ അവരായിരുന്നു അല്ലേ നമ്മളുടെ മുൻഗാമികൾ? ആ വൃദ്ധൻ പറഞ്ഞത് കേട്ട് കുട്ടിയായിരുന്ന വൈപ്പർ ചോദിച്ചു. പക്ഷെ 400 വർഷങ്ങൾക്ക് മുൻപ് ദ്വീപ് സ്കൈപ്പിയയിലേക്ക് വന്നില്ലേ എന്ന് കമാക്കിരി. പിന്നെ സ്കൈപ്പിയന്മാർ അത് പിടിച്ചെടുത്തു എന്ന് ബ്രഹാം. നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ട് സംരക്ഷിക്കാൻ നോക്കിയ മണ്ണാണിത് എന്ന് വൈപ്പർ. എന്നിട്ട് നമ്മുടെ അത് തട്ടിപ്പറിച്ചു. ഗൻബോയുടെ ചോര തിളച്ചു. വൃദ്ധൻ ശരിമൂളി. അപ്പറിയാട് നമ്മളുടെ മാതൃഭൂമിയാണ്. എന്നാലും അതേസമയം കാലത്തിന്റെ അന്ധകാരത്തിലേക്ക് മറഞ്ഞ വിലമതിക്കാനാവാത്ത ഒരു നാടിന്റെ ചരിത്രം അത് ഉൾക്കൊള്ളുന്നു. ഇതിപ്പോൾ ആകാശത്താണെങ്കിലും പ്രൗഢമായ ഷാന്തോറ നഗരത്തിന്റെ തീനാളങ്ങൾ കെട്ടുപോകാൻ നമ്മൾ അനുവദിക്കരുത്. ബോധരഹിതനായി കിടന്ന എനറുവിന് മുന്നിൽ വൈപ്പർ നിന്നു. അവനും ആ ആക്രമണത്തിന്റെ ആഘാതം നല്ലതുപോലെ ഏറ്റിരുന്നു. സോറോയും നാമിയും അവരെ നോക്കി. നാമി അപ്പോൾ ബോധമില്ലാതെ കിടന്ന റോബിന്റെയും ഗാൻഫാളിന്റെയും അടുത്തിരുന്നു. അപ്പോൾ എനലിന് ജീവനുണ്ടോ? കറന്റ് കൊണ്ട് സ്വന്തം ഹൃദയം ഇടിപ്പിക്കാൻ എനൽ ശ്രമിക്കുന്നു. നാമിക്ക് അത് കണ്ട് വിശ്വസിക്കാനായില്ല. എനൽ എണീറ്റിരുന്നു. ഇടിപ്പ് നിലച്ച ഹൃദയം സ്വയം ഇടിപ്പിച്ചുകൊണ്ട് എണീറ്റ് വന്ന എനലിനെ കണ്ട് വൈപ്പർ വിശ്വസിക്കാനാവാറ് നോക്കി. എന്നാൽ അവശനായ വൈപ്പർ മുട്ടുകുത്തി ഇരുന്നു പോയിരുന്നു. ജനങ്ങള് ദൈവത്തെയല്ല ഭയക്കുന്നത്, ഭയം തന്നെയാണ് ദൈവം. വൈപ്പർ എന്ന പോരാളി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വേണ്ട എന്ന്. ചോര ഛർദിച്ച് വൈപ്പർ മുന്നിലേക്ക് വീണു. കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ. പരിതാപകരം. വൈപ്പർ എന്ന യോദ്ധാവേ, എന്റെ പേര് വെറുതെ പറയരുത്. അവശനായിരുന്ന വൈപ്പർ അലറി. 800 വർഷം മുൻപ് ശാന്തിയൻ യോദ്ധാക്കൾ അഭിമാനത്തോടെ ഈ നഗരത്തിനു വേണ്ടി പൊരുതി. ഞങ്ങൾ അവരുടെ പിൻഗാമികളാണ്. ഒരു ദിവസം ഞങ്ങളുടെ മാതൃഭൂമി പെട്ടെന്ന് അവർ കൈക്കലാക്കി. മഹാനായ പോരാളി കാൽകരയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തു. 400 വർഷങ്ങളായി ഞങ്ങൾ ഈ നാടിനു വേണ്ടി പൊരുതി. അങ്ങനെ അവസാനം ഞാൻ ഇവിടെ വന്നെത്തി. വൈപ്പർ ശക്തമായി കാൽ നിലത്ത് ചവിട്ടി വയ്യാതെയാണെങ്കിലും എണീറ്റ് നിന്നു. ഇപ്പോൾ എന്റെ മുന്നിൽ വഴിമുടക്കി നിൽക്കുന്നത് നീ മാത്രമാണ്. പെട്ടെന്ന് എനൽ തന്റെ കമ്പി കറക്കി വൈപ്പറിനെ വേവർ ഷൂവിൽ അടിച്ചത് തകർത്ത് കളഞ്ഞു. വൈപ്പർ പോയി വീണു. മുമ്പേ എനിക്കത് നല്ലതുപോലെ വേദനിച്ചു കേട്ടോ. സീപ്രിസം സ്റ്റോൺ ഉപയോഗിക്കാൻ നിനക്ക് ധൈര്യം വന്നല്ലേ? അതും കൂടാതെ റിജക്റ്റിന്റെ ഒരു ഷോട്ട് തന്നെ ഒരു സാധാരണക്കാരൻ ആത്മഹത്യ തുല്യമാണ്. എന്നിട്ടും നീ അത് 2 തവണ ഉപയോഗിച്ചിട്ടും വീണ്ടും എണീറ്റ് വരുന്നു. കൊള്ളാം, പക്ഷേ നീ എനിക്കൊരു എതിരല്ല. അതും പറഞ്ഞ് എനൽ ദണ്ട് കൊണ്ട് തന്റെ പുറത്തുണ്ടായിരുന്ന ഒരു ഡ്രമ്മിൽ ഇടിച്ചു. അതിൽ നിന്നും വൈദ്യുതി പുറത്തു വന്ന് ഒരു പക്ഷിയുടെ രൂപം പ്രാപിച്ചു. 30 മില്യൺ വോൾട്ട്. ഹീനോ. എനൽ അത് വൈപ്പറിന് നേർക്ക് തൊടുത്തു വിട്ടു. ആ ആക്രമണം വൈപ്പറിന് കാര്യമായി തന്നെ ഏറ്റു. പെട്ടെന്ന് സോറോ ഓടിച്ചെന്ന് സീപ്രിസം സ്റ്റോൺ അടങ്ങിയ വൈപ്പറിന് ഷൂ എടുത്തു. എന്നിട്ട് എനറുവിനെ ആക്രമിക്കാനായി കുതിച്ചു. സോർട്സ്മാൻ, നീയും. എനല് മറ്റൊരു ഡ്രമ്മിൽ കൊട്ടി. ഞാൻ നിന്നെ കൊന്നില്ലേ, നീ എന്നെ കൊല്ലും. എനലിന്റെ ആ ആക്രമണത്തിൽ കറന്റ് ഒരു പുലിയുടെ രൂപത്തിലായി വന്ന് സോറോയെ ആക്രമിച്ചു. സോറോയ്ക്കും അത് നല്ലതുപോലെ ഏറ്റു. സോറോയും നിലം പതിച്ചു. അവസാനം നാമി മാത്രം. അവൾക്കത് വിശ്വസിക്കാനായില്ല. സോറോയും തോറ്റിരിക്കുന്നു. എല്ലാവരെയും ഇവൻ തോൽപ്പിച്ചിരിക്കുന്നു. അപ്പോ എനല് തിരിഞ്ഞ് നാമിക്ക് നേരെ നടന്നു വന്ന് അവളുടെ മുന്നിൽ നിന്നു. എന്തിന്? എന്നാലും നാമി കണ്ടത് എണീറ്റ് നിൽക്കുന്ന വൈപ്പറിനെ ആയിരുന്നു. എനലും തിരിഞ്ഞു നോക്കി. നീ എന്തിനാ വീണ്ടും എണീറ്റത്? എന്താണേലും നീ മരിക്കും. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടാതെ മരിക്കുന്നതല്ലേ എളുപ്പം. പിന്നെ എന്തിനു നീ ഇത്ര വാശി പിടിക്കുന്നു? ഇത്രയ്ക്ക് അനുഭവിക്കാൻ നിനക്ക് എന്ത് കാരണമാണുള്ളത്? ഈ നാട് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം തുടങ്ങിയിട്ട് 400 വർഷമായെന്നല്ലേ നീ പറഞ്ഞത്? എന്നിരുന്നാലും ഇവിടെ വരെ എത്തിയ ഒരു പോരാളി നീ മാത്രമാണ്. അതും കൂടാതെ ഈ മണ്ണിനൊപ്പം നീയും വൈകാതെ നീലക്കടലിലേക്ക് പതിക്കും. നിന്റെ ഇപ്പോഴത്തെ ഈ പിടച്ചില് കാണുമ്പോ തന്നെ അവജ്ഞ തോന്നുന്നു. നീ എന്തിനാണ് എണീറ്റത്? എന്റെ മുൻഗാമികൾക്ക് വേണ്ടി, വൈപ്പർ പറഞ്ഞു.
അതിലും നല്ലൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചു. ചിലപ്പോ നിനക്കിപ്പോൾ മുഴുവൻ ബോധം പോലും കാണില്ല. എനല് കൈ ഉയർത്തി വൈദ്യുതി മുകളിലേക്ക് വിട്ടു. എന്നിട്ട് ശക്തമായി ഇടിമിന്നൽ താഴേക്ക് വന്ന് പതിച്ചു. അതിശക്തമായിരുന്ന ആക്രമണത്തിൽ പൊടിപടലങ്ങൾ ആഞ്ഞു പറന്നു. നാമി എണീറ്റ് നോക്കിയപ്പോൾ മുമ്പിൽ വലിയൊരു ഗർത്തമാണ് കാണുന്നത്. അവൾക്കത് വിശ്വസിക്കാനായില്ല. വൈപ്പറിന്റെ ശരീരവും അവിടെങ്ങും കാണാനില്ല. അവസാനം നീ മാത്രമാണ് അവശേഷിക്കുന്നത്, എനല് നാമിയോട് പറഞ്ഞു. എനലിന്റെ മുന്നിൽ അവൾ നിസ്സഹായായി ഇരുന്നു. ഗാൻഫാളും സോറോയും റോബിനും ചോപ്പറും അനക്കമില്ലാതെ കിടക്കുന്നു. അപ്പോൾ എന്നെ നിന്റെ കൂടെ കൊണ്ടുപോകുവോ? നാമി പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ വരാം, സ്വപ്നഭൂമിയിലേക്ക്. എനല് അവളെ ഒന്ന് നോക്കി. പറ്റില്ലേ? വൈപ്പ ഇവിടെ വരൂ. ആ വൃദ്ധന്റെ വിളി കേട്ട് വൈപ്പർ എന്നു. നീ മഹാനായ പോരാളി കാൽഗരയുടെ പിന്മുറക്കാരനായതുകൊണ്ട് ഞാൻ നിന്നോടിത് പറയാം. മാതൃഭൂമി എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കണമെന്ന് കാൽഗര വാശി പിടിച്ചതിന്റെ മറ്റൊരു കാരണമോ? കേട്ടോ, മഹാനായ പോരാളി കാൽഗരയ്ക്ക്. അബോധാവസ്ഥയിലായിരുന്ന വൈപ്പറിന്റെ കണ്ണു നിറഞ്ഞു. നാമി അപ്പോൾ അവിടേക്ക് വന്നു. എന്തു പറ്റി? നീ മനസ്സു മാറ്റിയോ എന്ന് എനല്. ഇല്ല, വരുന്നു. അവൾ ആ ഗർത്തത്തിൽ നിന്നും തന്റെ വേവറെടുത്ത് പുറത്തു കടന്നു. എന്നിട്ട് നാമി എനലിന്റെ ഒപ്പം നടന്നു. പോകുന്നതിന് മുൻപ് നാമി എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കി. അവരെ കുറിച്ച് ഓർത്ത് ദുഃഖമുണ്ടോ എന്ന് എനല് ചോദിച്ചു. ഇല്ല. നീ ഇത്ര ഫോർമലാവേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാത്ത വെറും വിഡ്ഢികളാണവർ. കഷ്ടം. ഭയം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത മനസ്സുകൾ ചിലപ്പോൾ ശല്യമായി മാറും. ശരിയല്ലേ? ആ, ശരിയാ. അവർ എവിടേക്കോ നടന്നു. ഇവൻ കാര്യം തിരിച്ചറിയാൻ പാടില്ല. ഇവനെ അനുസരിക്കാതെ വേറെ നിവൃത്തിയുമില്ലിപ്പോ. രക്ഷപ്പെടാൻ എന്തേലും ഒരു ചാൻസ് എപ്പോഴേലും കിട്ടാതിരിക്കില്ല. അതുവരെ എങ്ങനെയും അവന് പിറകെ പോകുമ്പോൾ നാമി ചിന്തിച്ചു. അവർ വലിയൊരു മലയ്ക്ക് മുന്നിലുള്ള ഒരു വലിയ കവാടത്തിന് മുന്നിലെത്തി. അതിനകത്തേക്ക്, ആ വലിയ തുരങ്കത്തിനകത്തേക്ക് അവർ നടന്നു. ഇത്രയും അകത്ത് എന്തായിരിക്കും എന്ന് നാമി അത്ഭുതപ്പെട്ടു. വൈകാതെ അവർ എന്തിന്റെയോ മുന്നിലെത്തി. നാമിക്ക് അത് കണ്ട് വിശ്വസിക്കാനായില്ല. അതൊരു കൂറ്റൻ കപ്പലായിരുന്നു. നിനക്ക് എന്തു തോന്നുന്നു? വിസ്മയകരമല്ലേ? ഈ ലോകത്ത് ഈ ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കപ്പലാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മിന്നൽ കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ സാധ്യമാണോ എന്ന് നാമി. നിനക്ക് അത്ഭുതം തോന്നുന്നത് സ്വാഭാവികമാണ്, പക്ഷെ സാധ്യമാണ്. എന്റെ സമ്പുഷ്ടമായ ശക്തി മാത്രം മതി ഇതിന്. പിന്നെ ആ എനർജി കടത്തിവിടാൻ ആവശ്യമായ വസ്തുവും. എനർജി കടത്തിവിടാൻ പറ്റുന്ന വസ്തുവോ? നാമി മുകളിലേക്ക് നോക്കിയപ്പോൾ ആണത് കണ്ടത്. അത് തന്നെ, ഈ ദ്വീപിൽ ഒളിച്ചിരുന്ന സ്വർണം. ഇവിടെ വസിച്ച ജനങ്ങൾ കൃതാർത്ഥരായിരിക്കണം. കാരണം മരിക്കുന്നതിന് മുൻപ് അവർക്കൊരു പറക്കുന്ന കപ്പൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കുമല്ലോ. യഹ, പറക്കുന്ന കപ്പലോ? നാമിക്ക് വിശ്വസിക്കാനായില്ല. ഇത് ശരിക്കും പറക്കുന്നയാണെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഇതാണ് ആർക്ക് മാക്സിം. ഈ കപ്പൽ കൊണ്ട് നമ്മൾ അനന്തമായ ഭൂമിയിലെത്തും. അനന്തമായ വേർത്ത്. ഈ സമയം സിറ്റി ഓഫ് കോളിൽ ബോധം കെട്ട് കിടക്കുന്ന ആ കൂറ്റൻ പാമ്പ് പെട്ടെന്ന് അതിന്റെ കണ്ണു തുറന്നു. പിന്നെ അടഞ്ഞു. പിന്നെ തള്ളി വന്നു. പിന്നെയും അടഞ്ഞു. പിന്നെയും തുറന്നു. അതിന്റെ കണ്ണിനകത്തുണ്ടായിരുന്ന ലൂഫിയുടെ പണിയായിരുന്നു അത്. അവൻ അതിന്റെ കണ്ണിലൊക്കെ ഇടിച്ചു നോക്കി. അവന്റെ ഒപ്പം ഐസയും ഉണ്ട്. പെട്ടെന്ന് കണ്ണുനീര് വന്ന് ഐസ മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോ ലൂഫി ഐസയും കൊണ്ട് മാറി. എന്നിട്ട് അതിന്റെ വാ ടിമ്മെന്ന് പറഞ്ഞു തുറന്നു. ലൂഫിയും പിയറും ഐസയും കാറിക്കൊണ്ട് പുറത്തേക്ക് വന്ന് പതിച്ചു. അയ്യോ, അവസാനം പുറത്തു വന്നു. ഇതെന്നാ നിലത്ത് കല്ല്? ഇതെവിടാ? ഐസ ചോദിച്ചു. ലൂഫി ഉടനെ അലറിക്കൊണ്ട് പിരമിഡിന്റെ മുകളിലേക്ക് ഓടി. നീ വല്ലതും കണ്ടോന്ന് ചോദിച്ച് ഐസയും അവന്റെ പിറകെ അതിന് മുകളിലേക്ക് ഓടി. ലൂഫി ആവേശത്തിൽ അലറി വിളിച്ചു. അയ്യോ, നോക്കിയേ, നമ്മുടെ എവിടാ? ഏതോ റൂയിൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോ അത് ഇവിടെ ആയിരുന്നോ ആ വലിയ സ്വർണ്ണമണി? ചിലപ്പോ ഈ സ്ഥലമാണോ ഞങ്ങളുടെ മാതൃഭൂമി? ആഹാ, നിങ്ങൾ അടിപൊളിയാണല്ലോ. ഓ, അതെന്നാ വലിയൊരു കുഴി. അപ്പോഴാണ് ലൂഫി അത് കാണുന്നത്. ഉടനെ അവനെടുത്ത് താഴേക്ക് ചാടി. ഐസയും അവന്റെ പിറകെ ചെന്നു. ലൂഫി ബോധരഹിതനായി കിടന്ന സോറോയെ ചെന്ന് ഉയർത്തി. സോറോ, നീ എന്നെ ഇവിടെ ചെയ്യുന്നേ? നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? പിയർ നിലവിളിച്ചെന്ന് ഗാൻഫാളിനെ വിളിക്കാൻ ശ്രമിച്ചു. ലൂഫി റോബിനെയും ചോപ്പറിനെയും കണ്ടു. നാമി എവിടെ? അവൾ ഇവിടെ ഇല്ലല്ലോ. ഐസ വൈപ്പറിന്റെ അടുത്ത് എന്ന് നിലവിളിച്ച് കരഞ്ഞു. ആ ബസൂക്കക്കാരനും ഇവൻ ശക്തനായിരുന്നല്ലോ. എന്നിട്ടും ഇവരോട് ഇത് ആരാ ചെയ്തത്? എനറുവാ ചെയ്തത്. അവന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാനാവൂ, ഐസ പറഞ്ഞു. ലൂഫി ഐസയെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഈ എനറു എന്ന് പറഞ്ഞവൻ അവനാണോ ദൈവം? ലൂഫി ചോദിച്ചു. ആ,
പാമ്പിന്റെ വയറ്റിലായിരുന്നത് കൊണ്ട് എന്റെ മന്ത്രം ശരിക്കും വർക്കായില്ല. അതുകൊണ്ട് ഇവിടെ എന്നാ നടന്നതെന്ന് എനിക്ക് അറിയാൻ മേല. പക്ഷേ അപ്പോൾ റോബിൻ ചലിച്ചു. ലൂഫി അതുകൊണ്ട് റോബിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. നാവിഗേറ്ററിനെ അവൻ കൊണ്ടുപോയി, അവൾ വയ്യാതെ പറഞ്ഞു. അപ്പോ ദൈവമെന്ന് പറഞ്ഞവൻ നാമിയെ കൊണ്ടുപോയോ? എങ്ങോട്ട്? എനിക്കറിയില്ല. ഇത് ശ്രദ്ധിച്ച് കേക്ക്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ നാട് സ്കൈപ്പിയ അപ്രത്യക്ഷമാകും. ലൂഫിക്കും ഐസയ്ക്കും റോബിൻ പറഞ്ഞത് വിശ്വസിക്കാനായില്ല. എല്ലാം നശിക്കും. അവൻ പറഞ്ഞത് ആകാശത്തുള്ളവരെ എല്ലാം തിരികെ ഭൂമിയിലേക്ക് അയക്കുമെന്നാണ്. അപ്പോ എനറു എന്ന് പറഞ്ഞവൻ സ്വർണ്ണമണിയുള്ളിടത്ത് പ്രത്യക്ഷപ്പെടുമോ? ലൂഫി ചോദിച്ചു. ആം, നിനക്കവനെ അവിടെ തീർച്ചയായും കാണാൻ പറ്റും. പക്ഷേ നീ അവരെ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്താനായില്ലെങ്കിൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല, റോബിൻ പറഞ്ഞു. പേടിക്കണ്ട, പെട്ടെന്ന് ഐസ പറഞ്ഞു. അവരെവിടെയാണെന്ന് എനിക്കറിയാം. 2 ശബ്ദങ്ങൾ ഈ ദ്വീപിൽ ചലിക്കുന്നുണ്ട്. അത് ഉറപ്പായി നാമിയും എനറുവും ആയിരിക്കും. ഐസ, എന്നെ അവിടേക്ക് കൊണ്ടുപോ.